ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ശ്രീ തിങ്സ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കാമെന്ന്. പക്ഷെ ഇത് ലാസ്റ്റിക്ക് ഡേ ഇൻ മൈ ലൈഫ് ആയി തീരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ തുടക്കം തൊട്ടിട്ട് എടുക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ സൺഡേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ദിവസമാണ്. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരിക്കും. അതൊക്കെ സൺഡേ സെറ്റ് ചെയ്യണം. അതേപോലെ സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷേ സൺഡേ എന്നെ കൊണ്ട് സമ്മതിക്കില്ല. കാരണം എനിക്ക് സൺഡേ ഡാൻസ് ക്ലാസ് ഉണ്ട്. സോ ഡാൻസ് ക്ലാസ് പോകാതിരിക്കാൻ പറ്റില്ല, എനിക്ക് ഡാൻസ് പഠിക്കണ്ടേ. അപ്പോൾ ഡാൻസ് ക്ലാസ് ഉണ്ട്. എനിക്ക് 11:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു 10:30 നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. സോ ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കധികം ലാഗാക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ ഞാൻ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കധികം ലാഗാക്കാതെ വീഡിയോയിലേക്ക് പോകാം. പിന്നൊരു കാര്യമുണ്ട്, ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് എന്നോട് കുറേ പേര് മെസ്സേജ് ചോദിച്ചിരുന്നു. കുറേ പേരല്ല, കുറച്ച് പേരൊക്കെ മെസ്സേജ് ചോദിച്ചിരുന്നു. ഈ 13 റോസ് ഉണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത്ര റോസൊക്കെ ഉണ്ടോ വീട്ടിൽ, അതിന് മാത്രം ചെടികളൊക്കെ ഉണ്ടോ? പക്ഷെ വീഡിയോസിലൊന്നും കാണലില്ലല്ലോ ഗൈസ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ കാണിച്ചു തരാം ഇപ്പോഴത്തെ കറന്റ് എൻ്റെ വീടിൻ്റെ അവസ്ഥ. ജസ്റ്റ് ഫ്രണ്ടത്തെ വ്യൂ മാത്രമാണ്, ഇനി ബാക്കിലും ഉണ്ട്. ഇതില് ഇഷ്ടം പോലെ ഇപ്പൊ പുതിയത് കൊടുന്ന് വെച്ചേക്കണ് ഗൈസ്. എൻ്റെ അച്ഛന് ചെടീൻ്റെ ഒരു ക്രേസ് തന്നെ ഉണ്ട്. എവിടെ പോയിട്ട് വന്നാലും അയ്യോ ലൈറ്റ് പോയി. ഓക്കെ, എവിടെ പോയിട്ട് വന്നാലും ഒരു ചെടിയെങ്കിലും കയ്യിലില്ലാതെ അച്ഛൻ വരില്ല. അങ്ങനെ കൊണ്ടുവന്ന് ഇതിപ്പോ ഒരു ഗാർഡൻ ആയിക്കണ്. പിന്നെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു ഗൈസ്, കണ്ടോ? വീടിന്റെ മേലെയും തുടങ്ങി ചെടി. കുറേ എല്ലാം കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ഹോം ടൂറൊക്കെ കാണിച്ചു തരില്ല കുറേ പേര്, അതേപോലെയൊക്കെ കാണിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ മിക്കവാറും അത് പറ്റാൻ ചാൻസ് കുറവാണ്. കാരണം ഇതിപ്പോൾ വന്ന് ഹോമല്ല, ഇതിപ്പോൾ ഒരു ഗാർഡൻ ആയിട്ടുണ്ട്. നമുക്ക് അധികം വൈകാണ്ട് തന്നെ നമുക്കൊരു ഗാർഡൻ ടൂർ കാണാം. ഓക്കെ, അപ്പം നമുക്ക് വേഗം പോയിട്ട് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. 8 മണി, പല്ല് പോലും തേച്ചിട്ടില്ല. സോ നമുക്ക് നേരെ പല്ലേക്കാം, കുളിക്കണോ വേണ്ടേന്ന് എനിക്കൊന്ന് റീതിങ്ക് ചെയ്യേണ്ടി വരും. പിന്നെ കർക്കിടക മാസമൊക്കെ അല്ലേ, വേണേ ഒന്ന് വിളിച്ചേക്കാം. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ പല്ലൊക്കെ തേച്ചു. ഇനി എനിക്ക് വിശക്കുണ്ട്, ബട്ട് നമുക്ക് കുളിക്കാം. കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഓക്കെ, കണ്ടോ ഉള്ളിലെത്തിയപ്പോ നമുക്ക് പച്ചപ്പ് കാണാനില്ലേ? എന്റെ ബാക്കില് ഞാൻ വെറുതെ പറഞ്ഞല്ല ഗൈസ്, നിങ്ങൾക്ക് ഞാൻ അധികം വൈകാണ്ട് ഒരു ഗാർഡൻ ടൂർ ഞാൻ കാണിച്ചു തന്നിരിക്കും. നമുക്ക് പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാം. അപ്പൊ ഇനി ഞാൻ കുളിച്ച് വന്നിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ കുളിച്ചു വന്നിരിക്കുന്നു. നല്ല തണുപ്പ് ഗൈസ്, വെയിലാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പ്. ഈ പാടത്തിന്റെ അടുത്ത് വീടാനുള്ള പ്രശ്നം, വെള്ളത്തിന് കുട്ടുക്കത്തെ തണുപ്പായിരിക്കും. എന്തായാലും നമ്മൾ കുളിച്ചു. ഞാൻ കുളിച്ചില്ല നേരം പറയരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി. ഓക്കെ, ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ കുളിക്കാൻ കയറിയ പിന്നെ എനിക്കൊരു ടൈം എടുക്കും, കുഴപ്പമില്ല. ഇപ്പൊ സമയം 9:45 ഒരു 8 മണിക്കല്ലേ ഞാൻ ഇൻട്രോ പറഞ്ഞേ. 9:45 കേട്ടോ. 10:30 എനിക്ക് പോകണം. ഇപ്പോഴാണ് വീട്ടിലൊരു ഡ്രസ്സ് എടുത്തിട്ടു. എനിക്ക് ഡാൻസ് ആരും ഉടുക്കാണ്ട്, അത് ഇസ്തിരി ഇടണം, അത് ഉടുക്കൽ ഈസ് വെരി 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 ടാസ്ക്. ചിലപ്പോൾ അത് നേരാവൂല, അപ്പം ഞാൻ അവിടെ കച്ചറാവും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യം പോയി ചായ കുടിച്ചിട്ട് തരാം. ഓക്കെ,
ബാഗ് കൊടുത്ത് കഴിഞ്ഞു. എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് കിട്ടിട്ടോ. അല്ലെങ്കിൽ ഇതും ഒരു എത്ര നേരം പോവലറിയോ. പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് കിട്ടി. അപ്പോൾ എല്ലാം സെറ്റായി. നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. 10:25 സമയം. 10:30 എനിക്ക് ഇറങ്ങാനുള്ളതാ. എന്തായാലും ഇറങ്ങാൻ പോണില്ല. സോ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് ലിപ് ബാമിന്ന് തുടങ്ങാം ഗൈസ്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും സൺസ്ക്രീൻ അത് മസ്റ്റാണ്. ഞാൻ റെഡി ആയിട്ട് വരാം. കാരണം ഞാൻ അങ്ങനെ ഫോൺ നോക്കിയിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് തീരൂല. സോ ഞാൻ മുഖമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ വരട്ടോ. ഓക്കെ ഗൈസ്, മൊത്തം മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഒരു പ്രധാന ഫാക്ടറാണ് മുടി. എവിടെ പോവാണെന്നുണ്ടെങ്കിലും മുടി കെട്ടാനാണ് ഗൈസ്. നേരം പകുതി മുക്കാലും പോവാ. ഇപ്പൊ തല നേരത്തെ തോന്നും മുടിയാണ് മൊട്ടടിച്ചാലും. നമ്മൾ ഈ മുടീനെ അധികം കെയർ ചെയ്യാതിരുന്നാൽ മതി. ഇവരിങ്ങനെ കെയർ ചെയ്യണമെന്ന് അറിയുമ്പോഴാണ് ഇവർക്ക് കുറച്ച് കട കൂടും. അപ്പം ഈ ഒന്നും ചെയ്യുന്നു. ഇപ്പം കണ്ടില്ല, ഇപ്പം എൻ്റെ മുടി ഞാൻ പ്രത്യേകിച്ചൊന്നും കാട്ടില്ല. അതുകൊണ്ട് ഇപ്പം വലിയ കൊഴിച്ചിലില്ല. ഓക്കെ ഓക്കെ, ഞാൻ പോയിട്ട് മുടി ഇട്ടിട്ട് തരാം കേട്ടോ. ഗൈസ്, ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് അഴിച്ചു ഗൈസ്. എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ. അതങ്ങനെയാണ്, പോവാൻ നേരത്തായിരിക്കും ഓരോന്നുണ്ടാവും. സോ ഫൈനലി കംപ്ലീറ്റ്. എന്തൊക്കെയോ വശപ്പശൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഗൈസ്, സമയം വളരെ വളരെ വൈകി. ഓട്ടോ കിട്ടിയാൽ ബാക്കി. ഞാൻ എന്താ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. 6:45 നേരം. 6:45, 6:30 ആയിട്ടുണ്ട്. എൻ്റെ വീട് ഇവിടെ ഫുള്ള് കാട്. എൻ്റെ വീട് ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഗൈസ്. കാടിൻ്റെ ഉള്ളിൽ വേറൊരു കാട്. എൻ്റെ വീടൊരു കാടാണല്ലോ, ഒരുമിക്കാറത് കാടാക്കും. അമ്മേ, അപ്പം ഞാൻ എന്താ വീടെത്തി ഇരുന്നോട്ടോ. ഞങ്ങൾ ആദ്യത്തെ വീട് ഇവിടെ ഇരുന്ന് ഞങ്ങൾ ആദ്യം നിന്നിരുന്ന. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. ഇവിടെ അച്ഛൻ്റെ കാറ് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇതാണ് മറ്റേ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. അങ്ങനെ വീടൊക്കെ എത്തിയപ്പോഴത്തേനും വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി ഉമ്മർത്തും വെച്ചിട്ടുണ്ട്. പൂജാമുറിയിലും വിളക്ക് കൊളുത്തി. ഒരാളിരുന്ന് ഗംഭീര രാമായണ വായന കേട്ടോ. ഇനിയിപ്പോൾ കർക്കിടക മാസം കഴിയണ വരെ ഈ ഒരു സംഭവം കാണേണ്ടി വരും. അപ്പോൾ ആ ബുക്ക് മൊത്തം അമ്മ വായിച്ചു തീർക്കും ഗൈസ്. ഞാൻ ഫസ്റ്റത്തെ പേജ് മാത്രമേ വായിക്കുള്ളൂ. രാമായണം വായിക്കുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുള്ളൂ, ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ പോയി ഫ്രഷ് ആയിട്ടൊന്ന് കിടന്ന് ഉറങ്ങാട്ടിന്റെ തല പൊളിയുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് പോയി കിടക്കണം ഇനി. അപ്പോ വീഡിയോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇന്ന് സൺഡേ ഒരു വൈകുന്നേരം വരെയുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. ഡാൻസ് ക്ലാസ്സിൽ എത്തി കഴിഞ്ഞ ശേഷം എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ടൈം കിട്ടിയില്ല.
അപ്പോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ രാവിലെ ഇപ്പം എന്തൊക്കെ ഉണ്ടാവുക. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു സൺഡേ. രാവിലെ അങ്ങോട്ട് പോയാൽ ഞാൻ വൈകുന്നേരം ആവും എത്താന്. പ്രത്യേകിച്ച് പിന്നെ ഞാൻ ഫുള്ള് എന്തെങ്കിലും കഴിക്കുക, കിടക്കുക, ഉറങ്ങുക, രാത്രി എപ്പോഴും നീക്കുക, അപ്പം നീക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പം എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീട്ടിൽ വരുന്നവരേക്കും ബൈ.